ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം ഇന്ന് അവസാനിക്കും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അടക്കമുള്ളവർ അവസാന ദിവസമായ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം വൈകിട്ട് ചേരും. ശിവസേന മത്സരിക്കുന്ന 17 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ശരത് കെ ശശി നൽകും കൂടുതൽ വിവരങ്ങൾ. ശരത് കെ ശശി, 19-ാം തീയതിയാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ഏതൊക്കെ മണ്ഡലങ്ങളിലേക്കാണ് ജനവിധി തേടുന്നത്? ആരൊക്കെയാണ് പ്രമുഖർ? സുജയ, 21 കേന്ദ്ര ഭരണ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 102 പാർലമെന്റ് സീറ്റുകളിലേക്കാണ് ഏപ്രിൽ 19-ന് ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടുന്ന അവസാന തീയതിയാണ് ഇന്ന്. ഇതിൽ 4 സീറ്റുകൾ, ബീഹാറിൽ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 4 സീറ്റുകളിലാണ്. ആ സീറ്റുകളിലേക്ക് നാളെ കൂടി നാമനിർദ്ദേശ പത്രിക നൽകാം. ബീഹാറിൽ ഉത്സവം പ്രമാണിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നാളെ കൂടി നാമനിർദ്ദേശ പത്രിക ഈ 4 സീറ്റുകളിലേക്ക് നൽകാൻ അവസരമുണ്ട്. ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തമിഴ്നാട്ടിലാണ്, 39 സീറ്റുകളിൽ. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതും. ഇന്നലെ വരെ ഏകദേശം 400-ലേറെ നാമനിർദ്ദേശ പത്രിക തമിഴ്നാട്ടിൽ മാത്രം സമർപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അവസാന ദിവസമായ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. നാഗ്പൂരിൽ നിന്ന് മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക നൽകും. വലിയ ആഘോഷത്തോടുകൂടി റോഡ് ഷോയോടുകൂടിയാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി വരണാധികാരിയുടെ അടുത്തേക്ക് ഇപ്പോൾ യാത്രയായിരിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് മത്സരിക്കുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ, അദ്ദേഹവും ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഏതായാലും നാമനിർദ്ദേശ പത്രിക ഇന്ന് സമർപ്പിക്കുന്നതിന് തൊട്ടു പിന്നാലെ നാളെ ബീഹാർ ഒഴികെയുള്ള മറ്റ് 98 സീറ്റുകളിലേക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയും നാളെ 28-ാം തീയതി നടക്കുമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഈ രീതിയിലാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ ഉള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതിയാണ്. 7 ഘട്ടങ്ങളിലായി ഇപ്പോൾ 194 സീറ്റുകളിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ് അടക്കം പ്രധാനപ്പെട്ട മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കാനുണ്ട്. തെലങ്കാന, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇന്നത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വൈകിട്ട് 6 മണിക്കാണ് കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കപ്പെടുന്ന കാര്യം അമേഠി, അതുപോലെ തന്നെ റായ്ബറേലി എന്നീ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ കോൺഗ്രസ് ഒരു വ്യക്തത വരുത്തുമോ എന്നുള്ളതാണ്. രാഹുലും സോണിയാഗാന്ധിയും ഏതായാലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, സോണിയാഗാന്ധി മത്സരിക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ റായ്ബറേലിയിൽ ആരെ മത്സരിപ്പിക്കണമെന്നത് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. അമേഠി രാഹുൽ കഴിഞ്ഞ തവണ തോറ്റ മണ്ഡലം, അവിടെ എന്തായിരിക്കണം, രാഹുൽ വീണ്ടും അവിടെ മത്സരിക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്യും.